Hi friends, ഞാൻ രാജേഷ് നിലകണ്ഠൻ. വെൽക്കം ടു രാജ് ഗ്രാഫിക്സ്. ഇന്ന് നമുക്ക് അഡോബ് ഇല്ലുസ്ട്രേറ്ററിൽ ബ്ലെൻഡ് ടൂൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു 3D ടെക്സ്റ്റ് ഡിസൈൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദ ട്യൂട്ടോറിയൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു പുതിയൊരു ഫയൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഡോബ് ഇല്ലുസ്ട്രേറ്ററിൽ ബ്ലെൻഡ് ടൂൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു 3D ടെക്സ്റ്റ് ഡിസൈൻ ചെയ്യാം എന്നതാണ്. ഓക്കെ, സോ നമുക്ക് ബ്ലെൻഡ് ടൂളിനെ കുറിച്ച് നമുക്ക് നോക്കാം. സോ നമ്മുടെ ടൂൾ ബോക്സിൽ ഇതാണ് നമ്മുടെ ബ്ലെൻഡ് ടൂൾ. ഓക്കെ, എന്തിനാണ് നമ്മൾ ബ്ലെൻഡ് ടൂൾ ഉപയോഗിക്കുന്നത്? അതായത് രണ്ട് ഓബ്ജക്റ്റുകൾ തമ്മിലുള്ള കളേഴ്സിനെ തമ്മിൽ ബ്ലെൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണത്. ഞാനൊരു എലിപ്സ് ടൂൾ എടുത്തു, ഷിഫ്റ്റ് യൂസ് ചെയ്തു, ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഒരു എലിപ്സ് ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് ഞാനൊരു കളർ ഫില്ല് ചെയ്ത് കൊടുത്തു. ഓക്കെ, അഗെയിൻ ആൾട്ട് പ്രസ് ചെയ്ത് ഞാൻ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തു, അതിൻ്റെ സൈസ് ഒന്ന് ഞാൻ റെഡ്യൂസ് ചെയ്തു, സെപ്പറേറ്റഡ് കളേഴ്സ് നമുക്ക് അതിൽ ഫില്ല് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ഓബ്ജക്റ്റും സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബ്ലെൻഡ് ടൂൾ എടുക്കുക. ഓക്കെ, ബ്ലെൻഡ് ടൂൾ എടുത്തിട്ട് അപ്പ് ആൻഡ് ഡൗൺ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓബ്ജക്റ്റുകൾ തമ്മിൽ ബ്ലെൻഡ് ആവും. അതായത് രണ്ട് കളേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെൻഡ് ആവും. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഫസ്റ്റ് ഓബ്ജക്റ്റ് മീൻസ് ഇത് പാരൻ്റ് ഓബ്ജക്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും അതിൻ്റെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ബ്ലെൻഡ് ടൂൾ യൂസ് ചെയ്ത് നമുക്ക് ആബ്സ്ട്രാക്റ്റ് ലൈൻസൊക്കെ നമുക്ക് ഇല്ലുസ്ട്രേറ്ററിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിതിൻ്റെ സ്ട്രോക്ക് മാത്രം മതി, നമുക്കിനി ഫിൽ കളറിൻ്റെ ആവശ്യമില്ല. ഞാൻ സ്ട്രോക്ക് മാത്രം എടുത്തു. ഓക്കെ, ഞാനിവിടുത്തെ പെൻ ടൂൾ എടുത്തു, ഞാനൊരു ലൈൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. പ്രസ് കൺട്രോൾ ഔട്ട് സൈഡിൽ ക്ലിക്ക് ചെയ്യാം, നമുക്കത് നമ്മുടെ പെൻ ടൂൾ ഡീസെലക്ട് ചെയ്യാം. ഞാനിതിലേക്ക് ഒരു കളർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, വീണ്ടും ഞാൻ പെൻ ടൂൾ എടുത്ത് വീണ്ടും ഒരു അബ്സ്ട്രാക്റ്റ് ഒരു ഡിസൈൻ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, പ്രസ് കൺട്രോൾ ക്ലിക്ക് ചെയ്തു, ഞാനത് ഡീസെലക്ട് ചെയ്തു. ഞാൻ സെപ്പറേറ്റ് കളർ ഈ സ്ട്രോക്കിലേക്ക് കൊടുത്തു. ഓക്കെ, അഗെയിൻ നമുക്ക് രണ്ട് സ്ട്രോക്കും സെലക്ട് ചെയ്യാം. നമുക്ക് മെനുവിൽ പോയിട്ട് ഓബ്ജക്റ്റ് ബ്ലെൻഡ് മേക്ക് കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഓബ്ജക്റ്റ് ബ്ലെൻഡ് ഓപ്ഷൻസ് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഈ സ്മൂത്ത് കളർ നമ്മുടെ സ്പെസിഫൈഡ് സ്റ്റെപ്സ് എടുക്കാം. ഇവിടെ ജസ്റ്റ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യാം. ഇവിടെ എനിക്കൊരു 50 സ്റ്റെപ്സ് മതി, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ലൈൻസ് തമ്മിൽ നമുക്ക് ബ്ലെൻഡ് ആവും. അത് നമുക്ക് ഈ ബ്ലെൻഡ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ലൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് നമുക്ക് ബ്ലെൻഡ് ടൂൾ ഉപയോഗിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് സെഷനിലേക്ക് കിടക്കാം. അതായത് നമുക്ക് അഡോബ് ഇല്ലുസ്ട്രേറ്ററിൽ ബ്ലെൻഡ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു 3D ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ടൂൾ ബോക്സിൽ പോയിട്ട് ഞാൻ ടൈപ്പ് ടൂൾ എടുത്തു, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഞാൻ ക്യാപ്സ് ഓൺ ആക്കിയിട്ട് ഞാൻ ഇവിടെ അടിക്കുന്നു ബിഗ് സെയിൽ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, നമുക്ക് ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് വലുതാക്കാം. ഓക്കെ, ഇനി പ്രസ് കൺട്രോൾ ടി, നമുക്ക് ക്യാരക്ടർ പാനൽ എടുക്കാം. നമുക്കിവിടെ ഹെൽവെറ്റിക്ക ഫോണ്ട് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഹെൽവെറ്റിക്ക LT കണ്ടൻസ്ഡ് ബ്ലാക്ക് എന്നൊരു ബോൾഡ് ലെറ്റർ വേണം നമുക്ക്. ഞാൻ ഈ ഹെൽവെറ്റിക്ക LT കണ്ടൻസ്ഡ് ബ്ലാക്ക് എന്ന ഫോണ്ട് ഫാമിലി സെലക്ട് ചെയ്തു. ഓക്കെ, വീണ്ടും നമുക്ക് ഒന്നും കൂടി ഇതിൻ്റെ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലീഡിങ് ഒന്ന് നമുക്ക് ചെറുതാക്കാം. ഇതിൻ്റെ കുറച്ച് നമുക്ക് ടൈറ്റായിട്ട് വയ്ക്കാം. ബിഗും സെയിലും തമ്മിലുള്ള ആ ഗ്യാപ്പ് ഒന്നും കൂടി നമുക്ക് ടൈറ്റായിട്ട് വയ്ക്കാം. ഓക്കെ, ഇനി ഞാൻ ഇവിടുന്ന് ടൈപ്പ് ടൂൾ എടുത്തു, ഈ ബിഗ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ സൈസ് ഒന്നും കൂടി ഞാൻ ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, നമുക്കിവിടെ അലൈനിൽ പോവാം, നമുക്ക് സെൻട്രൽ അലൈൻ ചെയ്ത് വയ്ക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ സൈസ് ഒന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഇത്ര മതി. ഓബ്ജക്റ്റ് വീണ്ടും നമുക്ക് സെൻട്രൽ അലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് എടുത്തിട്ടുണ്ട്, ബിഗ് സെയിൽ എന്നാണ് ടെക്സ്റ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് വേണം, ഞാൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ഇവിടെ ഞാൻ നേരെ നമുക്ക് ടൈപ്പിൽ പോവാം. നമുക്കിവിടെ ക്രിയേറ്റ് ഔട്ട്ലൈൻസ് ആയിട്ട് നമുക്കതിനെ കൺവേർട്ട് ചെയ്യണം ഫസ്റ്റ്. ഓക്കെ, സോ നമ്മൾ അതിനൊരു വെക്ടർ ഗ്രാഫിക്സ് ആയിട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്തു, മീൻസ് ഒരു എഡിറ്റബിൾ ഓബ്ജക്റ്റ് ആയിട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്തു. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഞാൻ ബിഗ് സെയിൽ എന്ന ടൈപ്പ് സെലക്ട് ചെയ്തു. ഞാൻ ഇവിടെ നിന്ന്
അതിനൊരു 20% ബ്ലാക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഞാൻ വീണ്ടും അതിനെ എഡിറ്റ് ചെയ്തു. കോപ്പി, എഡിറ്റ്, പേസ്റ്റ് ഇൻ പ്ലേസ് കൊടുത്ത് അതിനെ വീണ്ടും ഒരു 50% ബ്ലാക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി വീണ്ടും ഞാൻ അതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്തു. ഓക്കെ, ഒന്നും കൂടി അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യാം. നമുക്കതിനെ അറേഞ്ച്, ബ്രിങ്, സെൻഡ് ബാക്ക്വേർഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇനിയാണ് നമ്മുടെ ട്രിക്കി പാർട്ട് വരുന്നത്. അതായത് ഞാൻ 2 ഓബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. ഓബ്ജക്റ്റ്, ബ്ലെൻഡ്, മേക്ക് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം? ഓബ്ജക്റ്റ്, ബ്ലെൻഡ് ഓപ്ഷൻസ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് സ്മൂത്ത് കളറിന് പകരം നമുക്കിവിടെ സ്പെസിഫൈഡ് സ്റ്റെപ്സ് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് എന്തോരം നമ്മുടെ സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്യണം, അതായത് നമ്മുടെ സ്മൂത്ത് ആയിട്ടുള്ളൊരു 3D എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാനിവിടെ ഒരു 500 ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. സ്റ്റെപ്സ്, ക്ലിക്ക് ഓക്കെ കൊടുത്തു. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു 3D ടെക്സ്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് Ctrl+ മാക്സിമൈസ് ചെയ്യാം. അഗെയിൻ ഞാൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു. ഞാൻ ഫസ്റ്റ് ടെക്സ്റ്റ് മീൻസ് ഫ്രണ്ടിലിരിക്കുന്ന ടെക്സ്റ്റിന് സെലക്ട് ചെയ്തു. ഓക്കെ, വീണ്ടും ഞാൻ എഡിറ്റിൽ പോയിട്ട് കോപ്പി കൊടുത്തു. വീണ്ടും ഞാൻ ലെയറിൽ നിന്ന് കടന്ന് എഡിറ്റ്, പേസ്റ്റ് ഇൻ ഫ്രണ്ട് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കൊരു സെപ്പറേറ്റ് കളർ നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു 3D ടെക്സ്റ്റ് നമുക്കിവിടെ കിട്ടി. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഈ ഓബ്ജക്റ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഗ്രേഡിയൻറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ നമുക്കിവിടെ വിൻഡോ പോയി നമുക്ക് ഷോ ഗ്രേഡിയൻറ്റ് കൊടുക്കാം. ഷോ ഗ്രേഡിയൻറ്റ്, വെർ ഈസ് ഗ്രേഡിയൻറ്റ്? ഓക്കെ, ഇനി ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കളേഴ്സ് നമുക്ക് ഇതിൻ്റെ 90 ഡിഗ്രി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കളർ പാലറ്റ് നമുക്ക് കളർ മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം. എനിക്കിതൊരു 5 മതി. ഓക്കെ, സോ എനിക്കിതൊരു ഞാനിവിടെ 10% കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് സെലക്ട് ചെയ്തു. നമ്മുടെ ഗ്രേഡിയൻറ്റ് ബക്കറ്റ് സെലക്ട് ചെയ്തു. ഞാനൊരു സെപ്പറേറ്റ് ഒരു ഓക്കെ, എനിക്കിവിടെ ഒരു വൈറ്റ് കളർ മതി. ഓക്കെ, നെക്സ്റ്റ് ബക്കറ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ എനിക്കൊരു 5% അല്ലെങ്കിൽ ഒരു 10% മതി. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, നല്ല ക്ലിയർ ആയിട്ടുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക ആംഗിൾ വേണമെങ്കിൽ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. നമുക്കിവിടെ നമ്മുടെ ഗ്രേഡിയൻസിൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗ്രേഡിയൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, സോ സെലക്ട് ചെയ്യുക. നമുക്കിവിടെ കറക്റ്റ് നമുക്കൊരു സെൻറ്ററായിട്ട് നമുക്കിവിടെ വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? സോ ഞാൻ Ctrl- ചെയ്തു. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം? നെക്സ്റ്റ് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ലെയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കിതിന് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഞാനൊരു റെക്റ്റാങ്കിൾ എടുത്തു. ഞാനൊരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഞാൻ അറേഞ്ച് സെൻഡ് ടു ബാക്ക് കൊടുത്തു. ഓക്കെ, ഞാനൊരു ഗ്രേഡിൻ്റെ ഞാനിതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്ലൂ കളർ. ഓക്കെ, ഞാനത് ഡബിൾ ക്ലിക്ക് ചെയ്തു. നമുക്കിതിൻ്റെ വേണമെങ്കിൽ ഒന്നും കൂടി കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഒരു ലൈറ്റ് കളർ, ഒരു ഡബിൾ ക്ലിക്ക് ചെയ്യാം. ലൈറ്റ് ഒരു ബ്ലൂ കളർ മതി. ഓക്കെ, ഇത് ഇൻവേഴ്സ് ചെയ്യാം. നമുക്കിവിടെ 90 ഡിഗ്രി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇൻവേഴ്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഐ തിങ്ക് നമുക്കിവിടെ ഈ ഒരു ബ്ലൂ കളർ കൊടുക്കാം. അത് കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഞാനിത് ക്ലോസ് ചെയ്തു. ഞാൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്തു. Ctrl+2 പ്രസ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ഓബ്ജക്റ്റിൽ പോയിട്ട് ലോക്ക് സെലക്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഞാനത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിനൊരു റിഫ്ലക്ഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ Ctrl+ ചെയ്തു. ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്തു. ഞാൻ വീണ്ടും എഡിറ്റിൽ പോയിട്ട് ലോക്ക് ചെയ്യുക. Ctrl+2 പ്രസ് ചെയ്യാം. ഇനി നമുക്ക് നൈസായിട്ട് ഒരു റിഫ്ലക്ഷൻ നമുക്കവിടെ ഇട്ട് കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ തൊട്ട് താഴെ. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്തു. ഞാൻ എഡിറ്റിൽ പോയിട്ട് എഡിറ്റ്, കോപ്പി, എഡിറ്റ്, പേസ്റ്റ് ഇൻ ഫ്രണ്ട് സെലക്ട് ചെയ്തു.
റൈറ്റ് ക്ലിക്ക് ചെയ്തു ട്രാൻസ്ഫോം റിഫ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്കത് ഹൊറിസോണ്ടൽ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ജസ്റ്റ് ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ തൊട്ട് താഴേക്ക് നമുക്ക് മൂവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി ഞാൻ അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തു അറേഞ്ച് സെൻഡ് ബാക്ക്വേർഡ് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ സെയിൽ മാത്രം മതി, കാരണം ഇത്ര ഭാഗം മാത്രമാണ് നമുക്ക് റിഫ്ലക്ഷൻ വരുന്നത്. നമുക്ക് ബിഗിൻ്റെ ആവശ്യമില്ല. ഞാൻ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തു. ഞാൻ ഈ ഒരു ഓബ്ജക്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഞാൻ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഞാൻ ഷോ ഗ്രേഡിയൻറ്റിൽ പോയി വിൻഡോ ഷോ ഗ്രേഡിയൻറ്റ്. നമുക്കൊരു ഗ്രേഡിയൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഓപ്പാസിറ്റി ഒക്കെ കറക്റ്റായിട്ട് ഒരു റിഫ്ലക്ഷൻ നമുക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിനെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ എൻ്റെ ഓപ്പാസിറ്റി ഞാനൊരു 0 അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി അതിനെ ഇൻവേഴ്സ് ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ ഓപ്പാസിറ്റി ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇതിൻ്റെ ഓപ്പാസിറ്റി എനിക്കൊരു 30 മതി. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് നൈസായിട്ടൊരു റിഫ്ലക്ഷൻ കിട്ടി. നമുക്ക് ഇതിനെ ഒന്നും കൂടി നമുക്ക് കറക്റ്റ് ചെയ്ത് വയ്ക്കാം. കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റിഫ്ലക്ഷൻ നമുക്ക് താഴെ കിട്ടി. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടൊരു റിഫ്ലക്ഷൻ നമുക്ക് താഴെ കിട്ടി. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം? നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഇതിനൊരു ഷാഡോ നമുക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ ഒരു ഷാഡോ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓബ്ജക്റ്റ് വീണ്ടും സെലക്ട് ചെയ്യുക. ഓക്കെ, സോ എഡിറ്റ് പോവുക, എഡിറ്റ് കോപ്പി, എഡിറ്റ് പേസ്റ്റ് ഇൻ പ്ലേസ് കൊടുക്കുക. ഓക്കെ, അതിലേക്ക് നമുക്കൊരു ഡാർക്ക് ബ്ലാക്ക് കളർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇഫക്റ്റീവ് പോയിട്ട് ഡിസ്റ്റോർട്ട് ട്രാൻസ്ഫോം ഫ്രീ ഡിസ്റ്റോർട്ട് സെലക്ട് ചെയ്യാം. നമുക്കിതിനൊന്ന് ഫ്രീ ആയിട്ടൊന്ന് ഡിസ്റ്റോർട്ട് ചെയ്ത് വയ്ക്കാം. താഴെ ശരിക്കും സ്ലാൻഡിങ് കിടക്കണ പോലെ നമുക്കതിനെ ജസ്റ്റ് ഒന്ന് ഡിസ്റ്റോർട്ട് ചെയ്ത് വയ്ക്കാം. ജസ്റ്റ് ക്ലിക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ത് വേണം? നമുക്കത് ഷാഡോ വേണമെങ്കിൽ നമുക്കിതൊന്ന് ബ്ലർ ചെയ്യണം. ഓക്കെ, അഗെയിൻ നമുക്ക് ഇഫക്റ്റീവ് പോവാം, ബ്ലർ, ഗോഷ്യൻ ബ്ലർ അപ്ലൈ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ റേഡിയസ് നമുക്ക് ഇതിൻ്റെ ബ്ലർ റേഡിയസ് കുറയ്ക്കുകയും വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് കൂട്ടുകയും വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് ഇത്ര മതി. ജസ്റ്റ് ഞാൻ ക്ലിക്ക് ഓക്കെ കൊടുത്തു. ഓക്കെ, അഗെയിൻ ഞാൻ ഇതിൽ വിൻഡോയിൽ പോയി ട്രാൻസ്പെറൻസി സെലക്ട് ചെയ്തു. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ട്രാൻസ്പെറൻസി അതിൻ്റെ കുറയ്ക്കാം. എനിക്കൊരു 90% ട്രാൻസ്പെറൻസി മതി. ഓക്കെ, അഗെയിൻ ഞാൻ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്തു, അറേഞ്ച് സെൻഡ് ബാക്ക്വേർഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു നൈസായിട്ടൊരു റൈറ്റ് ക്ലിക്ക് ചെയ്ത് വീണ്ടും നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് സെൻഡ് ബാക്ക് കൊടുക്കാം. ഓക്കെ, വേണ്ട, സെൻഡ് ബാക്ക്വേർഡാണ് മതി. ഓക്കെ, സോ അപ്പോൾ നൈസായിട്ടൊരു ഷാഡോ നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, ഇനി അഗെയിൻ നമുക്ക് ഇവിടെയും ഒരു ഷാഡോ വേണം. ബിഗിൻ്റെ തൊട്ട് താഴെ ഒരു ഷാഡോ വേണം. എന്നാലാണ് കറക്റ്റായിട്ടൊരു 3D എഫക്റ്റ് നമുക്ക് അവിടെ കിട്ടുള്ളൂ. ഓക്കെ, സോ വീണ്ടും ഞാൻ ഇവിടുന്ന് ഒരു റെക്റ്റാങ്കിൾ എടുത്തു. ഇവിടെ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് സെയിം ഞാനൊരു ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഇഫക്റ്റീവ് പോവുക, ബ്ലർ പോവുക, നമുക്ക് ഗോസിൻ ബ്ലർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഞാൻ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, അറേഞ്ച് സെൻഡ് ബാക്ക്വേർഡ് കൊടുക്കുക. പെർഫെക്റ്റ് ആയില്ല. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഡെപ്ത്ത് നമുക്കവിടെ കിട്ടും. ഓക്കെ, ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഒരു 3D ടെക്സ്റ്റ് നമുക്ക് അഡോബ് ഇല്ലുസ്ട്രേറ്ററിൽ ബ്ലെൻഡ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന്. ഓക്കെ, സോ കൺട്രോൾ മൈനസ്. സോ ഞാൻ ഈ ബിഗ് സെയിൽ എടുക്കാൻ കാരണം നമുക്കിപ്പോൾ സാധാരണ നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഓഫർ ഡിസൈനൊക്കെ വരും. അപ്പോൾ നമുക്ക് കൊടുക്കാം ബിഗ് സെയിൽ 70% അപ് ടു ഓഫ് എന്നൊക്കെ കൊടുത്ത് നമുക്കൊരു ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു ബിഗ് സെയിൽ എന്ന നമ്മുടെ 3D ടെക്സ്റ്റ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ബിഗ് സെയിൽ തന്നെ ഞാൻ ടെക്സ്റ്റായിട്ട് എടുത്തത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊരു കാര്യം, നമുക്ക് ഷാഡോ ജസ്റ്റ് അതിൻ്റെ തൊട്ട് ബാക്കിലേക്ക് നമുക്ക് കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അറേഞ്ച് സെൻഡ് ടു ബാക്ക് കൊടുക്കാം. ഓക്കെ, അഗെയിൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, വീണ്ടും അറേഞ്ച് സെൻഡ് ടു ബാക്ക് കൊടുക്കുക.
ഓക്കെ, ഇപ്പോഴാണ് നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷാഡോ അതിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നത്. ഓക്കെ, സോ Ctrl+0 പ്രസ് ചെയ്യുക, നമ്മുടെ ഓബ്ജക്റ്റ് നമ്മുടെ ആർട്ട് ബോർഡ് സെൻറ്റർ ആക്കുക. നമുക്ക് ഫയൽ ഒന്ന് സേവ് ചെയ്ത് വയ്ക്കാം. Ctrl+S പ്രസ് ചെയ്യാം. ഞാനൊരു വീഡിയോ ടൂൾസിൽ ഞാൻ സേവ് ചെയ്യാൻ പോവാണ്. ബിഗ് സെയിൽ 3D ടെക്സ്റ്റ്. ഓക്കെ, ബിഗ് സെയിൽ 3D ടെക്സ്റ്റ്. സേവ്, അഗെയിൻ സേവ്, ക്ലിക്ക് ഓക്കെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു 3D ടെക്സ്റ്റ് ഡിസൈൻ അഡോബ് ഇല്ലുസ്ട്രേറ്റർ ബ്ലെൻഡ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇന്നത്തെ ഈ 3D ടെക്സ്റ്റ് ഡിസൈൻ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ബെൽ ഐക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ ബൈ.